السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله، أوصيكم وإياي بتقوى الله. اللهم صل وسلم على نبينا محمد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم وإن الظالمين لفي شقاق بعيد. وليعلم الذين أوتوا العلم أنه الحق من ربك فيؤمنوا به فتخبت له قلوبهم وإن الله لهادي الذين آمنوا إلى صراط മുസ്തഖീം. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അനുഗ്രഹിക്കുന്ന ഒരു നന്മയിൽ ഈ പ്രഭാത സമയത്ത് ഒരുമിച്ച് കൂടിയതിൻ്റെ എല്ലാ ഖൈറും പ്രതിഫലവും അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിജ്ഞാന സദസ്സിൽ എത്തിപ്പെടാൻ കഴിയാതെ പോയ പല കാരണങ്ങളാൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വീടുകളിൽ കഴിയുന്നവർക്ക് അല്ലാഹു ആശ്വാസവും അവർക്കതിനുള്ള പ്രതിഫലവും അല്ലാഹു നൽകുമാറാകട്ടെ. ഖുർആൻ ഓതാൻ അറിയുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുക, അതിൽ പറയുന്ന മതവിധികൾ പാലിക്കാൻ കഴിയുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ അത്യാവശ്യമുള്ളൊരു അറിവിൻ്റെ മേഖലയാണ്. നമുക്ക് വാഹനങ്ങൾ ഓടിക്കാൻ അറിയാം, മറ്റു ഭാഷകൾ, ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വിവരമുണ്ട്. വലിയ വലിയ PhD സംവിധാനങ്ങൾ വരെ ഉപയോഗപ്പെടുത്തി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. എൻട്രൻസ് എക്സാമുകൾക്ക് നല്ല സ്കോർ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു പേജ് ഖുർആൻ തെറ്റുകൂടാതെ ഉറക്കെ ഓതാൻ പറഞ്ഞാൽ എത്ര പേർക്ക് നമുക്ക് അഭിമാനത്തോടെ അത് പറയാൻ സാധിക്കുന്നുണ്ട്? എന്തിനേറെ പറയുന്നു, ഒരു നമസ്കാരത്തിന് ഉറക്കെ ഓതുന്ന ഒരു നമസ്കാരത്തിന് വൈകി വരുന്നത് പോലും പേടിയാണ്. ബാക്കിൽ ആൾ നിൽക്കുമെന്ന് അറിഞ്ഞിട്ട് മൂലയിൽ, ചുമരിൻ്റെ മൂല പിടിക്കണ എത്ര ആൾക്കാരുണ്ട്? ഒരു മയ്യിത്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിന്ന് 4 തക്ബീറേ പറയാനുള്ളൂ. അത് പറയാൻ, അതിലുള്ള പ്രാർത്ഥനകൾ അറിഞ്ഞുകൊണ്ട് ധൈര്യസമേതം നിൽക്കാൻ നമുക്ക് എത്ര പേർക്ക് കാലുറപ്പുണ്ട്? നമ്മളൊരു ആത്മവിചാരണക്ക് തയ്യാറാക്കിയാൽ വിശുദ്ധ ഖുർആൻ പഠിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, സാരാംശങ്ങൾ വായിച്ചു നോക്കുക എന്നതൊക്കെ ഒരു ചെറിയ കാര്യമായി, അതൊന്നും അത്ര അത്യാവശ്യമല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത് വായിക്കുന്ന പഠിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്ക് ചോദിക്കണം. അവർ പറയും എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ. അവർ പറയും വായിക്കും തോറും, ഇതിനകത്തുള്ള അറിവുകൾ ലഭിക്കും തോറും, ഇതിൽ ആഴങ്ങളിലേക്ക് പോകും തോറും നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിലുള്ള നമ്മുടെ തവക്കുലും നമുക്ക് ഈ ഗ്രന്ഥത്തോടും ഈ വഹീനോടുമൊക്കെയുള്ള ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ കാരണം അതായിരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമുക്കൊന്ന് ഓതി പഠിക്കാനെങ്കിലും നിങ്ങൾ ഓൺലൈൻ കോഴ്സോ വേറെ എന്തെങ്കിലും മാർഗം ഉപയോഗപ്പെടുത്തി, ആപ്പുകൾ ഉപയോഗപ്പെടുത്തി കേട്ട് ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ പഠിക്കൽ നമ്മുടെ ഒരു അഭിമാന പ്രശ്നമായി നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ ഓതുന്ന ആയത്തുകളുടെ അർത്ഥവും ആഴവും ആശയവും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പഠിക്കും കൂടി ചെയ്താൽ നമുക്കത് ഓതുമ്പോൾ നമ്മുടെ മനസ്സ് തട്ടുന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ അഹ്ലുകാരിൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ സ്വന്തക്കാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓതി അവസാനിപ്പിച്ച 52, 53 ആയത്തുകൾ ഒന്നുകൂടെ ഓതി പുതിയ ആയത്ത് എന്താണെന്ന് നമുക്ക് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان ثم يحكم الله آياته والله عليم حكيم ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم وإن الظالمين لفي شقاق بعيد. ഖുർആൻ ഓതാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആനെ സ്വരമാധുരിയോടെ ഓതാൻ ശ്രമിക്കാം. ഖുർആനിൻ്റെ തജ്വീദ് പഠിക്കുക. ഒരു 11-12 നിയമങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിച്ചാൽ എങ്ങനെയാണ് ഒരു ആയത്ത് എങ്ങനെയൊക്കെ ഓതേണ്ടത്, എവിടെയാണ് എവിടെ നിർത്താൻ പാടില്ലാത്തത്, എവിടെയാണ് കനം കൂട്ടേണ്ടത്, എവിടെയാണ് കനം കുറക്കേണ്ടത്, ഇതിനൊരു ഈണവും താളമൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഓതാൻ ശ്രമിക്കുക. അല്ലദീന യത്ലൂന ഹഖ്ഖ തിലാവത്തിഹി, യഥാർത്ഥ തിലാവത്തിലേക്ക് പാരായണം ചെയ്യുക. അത് അർത്ഥമറിഞ്ഞുള്ള ആശയമറിഞ്ഞുള്ള പാരായണം. അപ്പോൾ ഈ ആയത്തിലൂടെ നമ്മൾ വിശദീകരിച്ചു, പഠിച്ചു, മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതിനു മുമ്പുള്ള പ്രവാചകന്മാർക്കും വഹിയൊക്കെ വരുമ്പോൾ അതിനിടയിലൂടെ എന്തെങ്കിലുമൊക്കെ ഒന്നൊരു വാചകം, ഒരു ആശയം കയറ്റാൻ ശൈത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് വസ്വാസ് ഉണ്ടാക്കാനും ഈമാൻ കുറവുള്ള ആളുകളെ ദുർബലപ്പെടുത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കഠിനഹൃദയരായ ആളുകൾ, കൽബിന് രോഗം ബാധിച്ച ആളുകളുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇളക്കമുണ്ടാക്കാൻ പറ്റുമോ എന്ന് അവൻ ശ്രമിക്കും. പക്ഷേ വാലിമീങ്ങളായ അക്രമകാരികളായ അത് വിശ്വസിക്കുന്ന അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ വിദൂരമായ വഴികേടിലേക്ക് മാത്രമായിരിക്കും പോകുക. എന്നാൽ ശൈത്താനിൻ്റെ അത്തരം ഷർറുകളിൽ നിന്നെല്ലാം സുരക്ഷിതമാക്കി അള്ളാഹിൻ്റെ ആയത്തുകൾ ഭദ്രമാക്കി തന്നെ ഒരു പോറലുമേൽക്കാതെ ഒന്നും നഷ്ടപ്പെടാതെ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അത് പറയാണ് അടുത്ത ആയത്തിൽ, വലിയഅലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്. ഒതുക്കിയേ. وَلِيَعْلَمَ الَّذِينَ أُوتُوا الْعِلْمَ أَنَّهُ الْحَقُّ مِنْ رَبِّكَ فَيُؤْمِنُوا بِهِ فَتُخْبِتَ لَهُ قُلُوبُهُمْ وَإِنَّ اللَّهَ لَهَادِي الَّذِينَ آمَنُوا إِلَى صِرَاطٍ مُسْتَقِيمٍ. وَإِنَّ اللَّهَ لَهَادِي الَّذِينَ آمَنُوا إِلَى صِرَاطٍ مُسْتَقِيمٍ. മൊബൈൽ ഫോൺ അല്ലാതെ ഖുർആൻ കയ്യിൽ ഉണ്ടെങ്കിലാണ് ഞാൻ ഇനി പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ ആയത്തുകളുടെ ഇടയിൽ ചില ചിഹ്നങ്ങളും ചില ഭാഗങ്ങളുണ്ട്. അത് അവിടെയാണ് നമ്മൾ ഖുർആൻ്റെ ഓത്ത് പഠിക്കേണ്ടത്. അക്ഷരങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ചില ചിഹ്നങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് വലിയഅലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക, അവിടെ മിൻ എന്നതിൽ ഒരടയാളുണ്ട്. അവിടെ സുക്കൂന് കാണാൻ കഴിയില്ല.
സുക്കൂൻ കാണാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ സുക്കൂനെ ഉച്ചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിൻ റബ്ബിക്കാന്ന് ഉച്ചരിക്കാതിരിക്കാനാണ് അവിടെ സുക്കൂൻ ഒഴിവാക്കിയിട്ടുള്ളത്. മിർ റബ്ബിക്, മിർ റബ്ബിക്, മിർ റബ്ബിക ഫയുമിനു ബിഹി. അവിടെ ബിഹി കഴിഞ്ഞിട്ട് എന്തെങ്കിലും അടയാളം ഉണ്ടോ നിങ്ങളുടെ ഖുർആനിൽ? ബിഹി കഴിഞ്ഞിട്ട് എന്ത് ചെറിയൊരു അടയാളം ഉണ്ടോ? കാണില്ല. ഉണ്ട് അല്ലേ? ആ ബിഹിന്ന് ഒന്ന് നീട്ടി ഉച്ചരിക്കും. ബിഹി എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. ബിഹി ഒന്ന് ചെറുതായിട്ട് നീട്ടണം എന്ന് പറയാനാണ് ആ ചിഹ്നം. ഫതുഹ്ബിത് ഫയുമിനു ബിഹി ഫതുഹ്ബിത. ലഹു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചിഹ്നം ഉണ്ടോ? ലഹു കഴിഞ്ഞിട്ട് ചെറിയ വാ കൊടുത്തിട്ടില്ലേ? ലഹു ഒന്ന് നീട്ടി കൊടുക്കാനാണ്. ലഹു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിക്കാൻ പാടില്ല. ഫതുഹ്ബിത ലഹു ഖുലൂബുഹും. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ചിഹ്നം കൊടുത്തിട്ടുണ്ടോ? എന്താ? വഖഫ് ചെയ്യുക. അവിടെ നിർത്തിയിട്ട് നമുക്ക് ബാക്കി ഓതാം. ബാക്കിൽ നിന്ന് എടുത്ത് ഓതേണ്ട ആവശ്യമില്ല. അവിടെ നിർത്തിയിട്ട് അതിന് ബാക്കി ഓതിയാലും കുഴപ്പമില്ല. ആശയമൊന്നും തെറ്റൂല എന്നതിൻ്റെ അർത്ഥം. വഇന്നല്ലാഹ ലഹാദില്ലദീന ആമനൂ. അവിടെ ആമനു കേട്ടിട്ടും വാവിൻ്റെ മുകളിൽ എന്തോ ഒരു ചിഹ്നം കാണാനുണ്ടോ? അത് നീട്ടാനാണ്. ആമനൂ ഇല, ആമനൂ ഇല സിറാത്തിൻ മുസ്തഖീം. സിറാത്തിൻ എന്നതിൻ്റെ താഴെ ഒരു തൻവീനുണ്ട്. പക്ഷേ അത് തൻവീന് കൊടുത്തപ്പോൾ ഒന്ന് മേലെ ഒന്ന് താഴെ ചരിച്ചു കൊടുത്തിട്ടുണ്ടാവും. സാധാരണ രണ്ടും ഒരുമിച്ചാ കൊടുക്കൽ. അവിടെ ഒന്ന് മേലെ ഒന്ന് ചെരിച്ചിട്ട് വേറൊന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? അവിടെ സിറാത്തിൻ എന്ന് തൻവീന് പറയാതിരിക്കാനാണ്. മീമിലേക്ക് ചേർത്തുച്ചരിക്കാനാണ്. സിറാത്തിൻ ഉണ്ടോ? മീമ പറയാ. സിറാത്തിൻ മുസ്തഖീം. മനസ്സിലായോ? ഇനി പറയണോ? ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇനി പറയണോ? വേണ്ട. ഒന്നൊരു ചോദ്യം. വലിയഅലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക فيؤمنوا به فتخبت له قلوبهم وإن الله لهادي الذين آمنوا إلى صراط مستقيم. അപ്പോൾ ആയത്ത് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? അത് ആദ്യം നോക്കി ഓതാൻ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഓതുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ചിഹ്നങ്ങൾ പഠിച്ചു. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? പിന്നെ അത് ഓതുമ്പോൾ ചില ഉച്ചാരണങ്ങൾ, അതിനാണ് മഖ്റജുകൾ, തജ്വീദുകൾ, അതിൻ്റെ ഭാഗം പറഞ്ഞത്. ഇനി അതിൽ നമ്മളെ അതിൻ്റെ ബേസിക് പഠനത്തിൽപ്പെട്ട അതിൻ്റെ ഓരോ പദങ്ങളുടെ അർത്ഥം എന്താണ്? ഒരായത്ത് പഠിക്കണതിൻ്റെ ചെറിയ രൂപമാണെന്ന് പറഞ്ഞു. ഇനി ഒരു പദത്തിൻ്റെ അർത്ഥം അത് മറ്റൊരു പദത്തിലേക്ക് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുക? വലിയഅലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക فيؤمنوا به فتخبت له قلوبهم وإن الله لهادي الذين آمنوا إلى صراط مستقيم. ആവർത്തിച്ച് പിന്നൊന്നുകൂടി ഓതി, എന്നിട്ട് വേറെ ആൾക്ക് ഓതി കൊടുത്ത്, എന്നിട്ട് അയാളോട് ഇങ്ങോട്ട് ഓതി തരാൻ പറഞ്ഞ്. അങ്ങനെയാണ് ഖുർആൻ്റെ റിപ്പീറ്റേഷൻ. അതിൻ്റെ ഫസ്റ്റ് മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധ്യാപകനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് ഓതിക്കൊടുക്കും. അപ്പം നബിക്ക് ഭയങ്കര തിരക്കുണ്ടോ അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഖുർആൻ ആയത്തിറങ്ങി, ധൃതി കാണിക്കരുത്. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന. നാം അത് പതുക്കെ പഠിപ്പിച്ചു തരും, അത് മറക്കാതെ സൂക്ഷിച്ചു തരും, ഖുർആനെ ജമഅ ചെയ്യിപ്പിച്ചു തരും എന്നിങ്ങനെ സാവകാശം പറഞ്ഞു. റമദാൻ മാസം വന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇതുവരെ ഇറങ്ങിയ മുഴുവൻ ആയത്തുകളും റിപ്പീറ്റേഷൻ ഓതിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് പഠിച്ച ഭാഗം റിപ്പീറ്റ് ചെയ്യണം. അവസാനത്തെ റമദാൻ നബിതങ്ങൾ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ റമദാനിൽ 2 തവണ റിപ്പീറ്റേഷൻ ചെയ്യിപ്പിച്ചു മുഴുവൻ ആയത്തുകളും. അപ്പം ഇത് വിട്ടുപോയിട്ടില്ല, ഇത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. ഒരു അക്ഷരം എഴുതി കൂട്ടി വായിക്കാൻ അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് 6236 ആയത്തുകൾ തെറ്റുകൂടാതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങോട്ട് ഓതി കൊടുക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയായി ഇരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു ഉറക്കം തൂങ്ങിയിരിക്കില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ഒരിക്കലും
വഹി വന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിബിതങ്ങളാകെ പിന്നെ ഒരു വിയർത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത്രക്ക് ഒരു ഭാരമേറിയ. അതിന് ചില ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരിക്കൽ ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്ത് വഹി വന്നു. ഒട്ടകം കൊണ്ട് കുനിഞ്ഞു പോയി എന്നാണ്. ഭാരം കൊണ്ട്, ആ ഇറങ്ങുന്നതിൻ്റെ സമ്മർദ്ദവും ഭാരവും കൊണ്ട് ഒട്ടകം കുനിഞ്ഞു പോയ രംഗമുണ്ടായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ആയിഷ ബീവി പറയുന്നുണ്ട്, വഹി എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ചില വഹിയൊക്കെ വന്ന് കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് നബി ക്ഷീണിതനായിട്ടുണ്ടാകുന്നു. ഞാൻ പഠിക്കണില്ല, ഇതെന്ത് വഹിയാണിത്, എന്ത് വല്ലാത്തൊരു ഭാരമാണെന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയിട്ടില്ല. ഒരു പഠിതാവിനുണ്ടാകേണ്ട ക്ഷമ അവിടുന്ന് പഠിപ്പിച്ചു തരിക. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ശ്രദ്ധയുമില്ലാതെ അത് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ അടുത്ത വഴിയ ചില സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചില സംശയങ്ങൾ ചോദിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാതെയായി, 1-2 ദിവസങ്ങളിൽ തീരെ വരാതെയായി. അപ്പോൾ ഒരു പഠിതാവ് എന്ന നിലക്ക് സ്വാഭാവികമായി തൻ്റെ അധ്യാപകനെ കാണാതായാൽ അന്വേഷിക്കുക എന്ന മര്യാദ ഉണ്ട്. ലീവായാൽ അന്വേഷിക്കുക, എന്താ ഉസ്താദിന് പറ്റി, എന്താ അധ്യാപകന് പറ്റി എന്ന് അന്വേഷിക്കുക എന്നുള്ള മര്യാദ ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 ദിവസം വരാതെ ആയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, എനിക്ക് എന്നും നിങ്ങളെ കാണാൻ ഇഷ്ടമാണ്, നിങ്ങൾ എന്താ വരാഞ്ഞത് 2 ദിവസം? അപ്പോൾ ജിബ്രീൽ പറയണേ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ അധികാരത്തിന് എപ്പോഴും വരാൻ പറ്റൂല, എനിക്ക് അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടണം. അപ്പോൾ ജിബ്രീൽ പോലും അള്ളാഹുവിന് കീഴ്പ്പെട്ടു കൊടുക്കുക. ജിബ്രീലിനെ എന്നും കാണാൻ കൊതിച്ച നബിതങ്ങൾക്ക് പോലും എന്നും അനുവാദം കിട്ടിയിട്ടില്ല. അള്ളാഹുവിൻ്റെ അനുവാദത്തോടെയാണ് നടക്കുന്നത്. ആ കൊതിയും ആഗ്രഹവും പറയുന്ന രംഗമുണ്ട്. ഒട്ടനേകം പാഠങ്ങൾ അത് മാത്രം വിശദീകരിക്കുന്ന ഒരു അധ്യാപകൻ എന്ന ജിബ്രീലും ഒരു പഠിതാവ് എന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു പഠിതാവായിരുന്ന നബിതങ്ങൾ പിന്നെ അധ്യാപകനായ റോൾ ഏറ്റെടുത്തപ്പോഴോ തൻ്റെ സഹപാഠികളെ മുഴുവൻ അവരുടെ ഓരോരുത്തരുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ഓരോ വകുപ്പ് തരുന്നത്. പൈസ എണ്ണ നന്നായി അറിയുന്ന ആൾക്ക് ട്രഷറർ പണി കൊടുക്കും. നന്നായി അത്യാവശ്യം സ്വാഗതം പറയാനും സംസാരിക്കാനും ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും. ഇത് നമ്മൾ തുടങ്ങിയതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ട്. ചില ആൾക്കാരെ പണി എന്ത് ചെയ്യുന്നറിയോ? എഴുതി വെക്കലെന്നു. അവർ മിടുക്കന്മാരായ എഴുത്തുകാരായിരുന്നു. ഓരോ പണി വഹി എഴുതി വെക്കലായിരുന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരുടെ വ്യത്യസ്തങ്ങളായ അഭിരുചി മനസ്സിലാക്കി ഓരോരുത്തർക്കും ഓരോ പണി കൊടുക്കണ ഒരു ഡ്യൂട്ടി നബിൻ്റെ കളി. എല്ലാം കൂടി ഞാൻ ഏറ്റെടുക്കും, എന്നിട്ട് ഞാൻ എല്ലാം കൂടി ചെയ്തിട്ട് പറയാം, എനിക്ക് ഭയങ്കര ഭാരമാണ്, എനിക്കിതെല്ലാം കൂടി താങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടെറിഞ്ഞു പോവുക. അസിസ്റ്റൻ്റ് ആവില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആൾക്കാരെ ചില സ്ഥലത്തേക്ക് ഡ്യൂട്ടി ഏൽപ്പിച്ച് പറഞ്ഞയക്കും. അവരെ അതിന് പറ്റിയ ആൾക്കാരെന്ന് മനസ്സിലായിട്ടാണ്. ചില ആൾക്കാരെ പള്ളിയിൽ ഇരുത്തിയിട്ടേക്കും കാര്യങ്ങൾ ചെയ്യും. ചില ആൾക്കാരെ സക്കാത്തിൻ്റെ കാര്യം നബിതങ്ങൾ ഏൽപ്പിക്കുക. ചില ആൾക്കാരെ യുദ്ധത്തിന് പോകുമ്പോൾ കയ്യിൽ പതാക കൊടുക്കും. ബദർ യുദ്ധത്തിന് പതാക കൊടുത്താരായില്ല, ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലാണ് കൊടുത്ത് ബദറിലെ പതാക. ആ പതാക പിടിച്ചിട്ട് യുദ്ധത്തിൽ നിന്ന് മരിച്ചാലല്ലാതെ പതാക വിടാൻ പാടില്ല എന്ന നിയമം. ആ പതാക മരിച്ചാലല്ലാതെ വിടാൻ പാടില്ല. അതാണ് യുദ്ധത്തിൻ്റെ പതാക കൊടുക്കാറുണ്ട്. ആർക്ക് കൊടുത്ത്? ഓരോരുത്തർക്കൂടെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് പതാക. നബിതങ്ങൾക്ക് വേറെ അതിൻ്റെ മേലുത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാം. അവിടെയാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങൾ അതിൽ കാണാൻ സാധിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർക്ക് വഹി വന്നപ്പോൾ ആ വഹി അവർ സ്വീകരിക്കുകയാണ്, അത് പഠിക്കുകയാണ്, അത് സാഹൂതം ശ്രദ്ധിക്കുകയാണ്, അതിന്ന് ഒന്നും വിട്ടുപോകാതിരിക്കാൻ അങ്ങേയറ്റത്തെ ജാഗ്രത കാണിക്കുകയാണ്. എന്തിനാണ് ശൈത്താൻ അങ്ങനെ തെറ്റായ കാര്യങ്ങൾ വന്ന് പ്രചരിപ്പിക്കുമ്പോൾ അല്ലാഹു തആല അതിനൊക്കെ മായിച്ച് കളഞ്ഞതിനെ ഭദ്രമാക്കുന്നത്? വലിയ ഇൽമ, അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇൽമ, അലിമ, യഅലമ, അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലദീന, ഒരു കൂട്ടര്, ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടിരിക്കുന്നവർ. അപ്പൊ അറിവുള്ള ആൾക്കാർക്ക് ഇത് അറിയണം, ഇതിലൊരു തെറ്റില്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അന്നഹുൽ ഹഖ്, തീർച്ചയായും ഹഖ്. ഹഖ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം, സത്യം. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ബാത്തിൽ. നമ്മൾ പറയില്ലേ, അയാൾക്കൊരു ഹക്കും ബാത്തിലും ഇല്ല എന്ന് പറയില്ലേ.
ഹഖ് അന്നഹുൽ ഹഖ്, തീർച്ചയായും അത് സത്യമാണ്. എവിടുന്ന്? മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് വന്നിരിക്കുന്ന സന്ദേശങ്ങൾ മുഴുവൻ സത്യമാണ് എന്ന് ബോധ്യപ്പെടാനാണ്. ബാക്കിയുള്ള വ്യാജമായ തെറ്റായ ശൈത്താനിൻ്റെ സകലതും ഇതിൻ്റെ ഇടയിൽ നിന്ന് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചേരാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ അതിലേക്ക് ഖുർആനിനകത്തേക്ക് ചേർക്കാൻ ശ്രമിച്ചവർ ഷിയാക്കളാണ്. ഷിയാക്കൾ പറയുന്നത് നിങ്ങളെ ഖുർആൻ ശരിയല്ല എന്നാണ് എന്നും വാദിക്കുന്നത്. 17,000-ഓളം ആയത്തുണ്ട് ഖുർആനിൽ. അത് ബാക്കി വരുന്ന ആയത്തുകളൊക്കെ അലി റളിയല്ലാഹുവിൻ്റെ മദ്ഹാണ്. അലിയാർ തങ്ങളുടെ കുടുംബത്തിൻ്റെ മദ്ഹാണ് ഷിയാക്കളുടെ ഖുർആനിലുള്ളത്. 17,000 ആയത്തുണ്ട് ഓല ഖുർആനിൽ. ഓല ആരും മക്കത്തേക്ക് വന്ന് ഹജ്ജ് ചെയ്യാൻ വരൂല. ഓർക്ക് അവിടെ വരുന്ന ഹജ്ജ് ശരിയല്ല എന്ന നിലപാടുള്ള ആൾക്കാരാണ് ഇറാനിലെ ഷിയാക്കൾ, ഒറിജിനൽ ഷിയാക്കൾ. ഇറാനിൽ നിന്ന് ആൾക്കാർ വരും. ഇറാനിലെ ഒറിജിനൽ ഷിയാക്കൾക്ക് മക്കത്തേക്ക് ഹജ്ജ് വന്നാൽ ഹജ്ജ് സ്വഹീഹാകൂല എന്ന നിലപാടുള്ള ആൾക്കാരാണ്. ഒന്നും വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നൊടുക്കിയ ആ മനുഷ്യൻ്റെ മഖാമും ജാറവും കെട്ടിപ്പൊക്കിയിട്ടുള്ളത് ഇറാനിലാണ്. അവർ ബർക്കത്തെടുക്കാൻ പോണ സ്ഥലമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യൻ്റെ മഖാമിൽ പോയിട്ട് പുണ്യം തേടുന്നവരാണ് ഷിയാക്കൾ. അപ്പോൾ അവരുടെ ഈമാനെ എത്രമാത്രം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുക, അള്ളാഹുവിൽ നിന്നുള്ള ഇൽമ് ഹക്കാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ, മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിൽ നിന്ന് വന്നിരിക്കുന്ന ഇൽമൊക്കെ, ഫയുമിനൂ ബിഹി, അങ്ങനെ അവർ അതിൽ ഉറച്ച് വിശ്വസിക്കുവാനും. എന്നിട്ട് ഈ ഹക്കായത് ഉറച്ച് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാത്രം, ഇതിലേക്ക് തെറ്റായതൊന്നും കടത്തി വരാൻ സമ്മതിക്കാത്തത്. ഇത് ഹക്കാണ് എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുന്ന. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ ഹജ്ജിന്റെ ഇടയിൽ എവിടെയോ, മുഹ്ബിതീൻ, വിനയം കാണിക്കുന്നവർ. ഫതുഖ്ബിത, അതിനാൽ നിങ്ങൾ വിനയപ്പെടാനും കൂടി വേണ്ടിയാണ്. ലഹു, അതിലേക്ക്, ആ ഖുർആനിലേക്ക്, ഖുലൂബുഹും, അവരുടെ കൽബുകളൊക്കെ ഖുർആനിലേക്ക് വിനയപ്പെടണം. ഒരായത്ത് കേട്ടാൽ, ഒരു ചരിത്രം കേട്ടാൽ, ഒരു ഹദീസ് കേട്ടാൽ അതിലേക്ക് വിനയപ്പെടുന്ന, അതിനെ കീഴ്പ്പെടുന്ന, പിന്നെ പറഞ്ഞ ആളാരാണ്, പറഞ്ഞ ശൈലി എന്താണ്, അതൊന്നും നോക്കാല്ല. അള്ളാഹിൻ്റെ ഖുർആനിലൊരു കാര്യം കേട്ടാൽ അതങ്ങനെ അനുസരിക്കുക. അതൊരു അടിമയിൽ നിന്ന് കേട്ടാലും. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, നിന്റെ നേതാവ് ഒരു കറുത്ത വംശജനായ അടിമയായവനാണെങ്കിലും നീ അവനെ അനുസരിക്കണം. അവിടെ അയാൾ അമീർ എന്ന സ്ഥാനമാണ്. ഖുർആൻ പറഞ്ഞു തരുന്ന ഖുർആനിൻ്റെ അഖീദ, ഖുർആനിൻ്റെ ആശയ തലത്തെ നമുക്ക് ആര് തന്നാലും അതിനെ യഥാർത്ഥ സ്രോതസ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുക. ഫതുഖ്ബിത ലഹു ഖുലൂബുഹും, അവരുടെ കൽബുകൾ അതിലേക്ക് വിനയപ്പെടാനുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഖുർആനിൻ്റെ ഖുർആൻ ക്ലാസ്സാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ യുക്തിവാദികളും നിരീശ്വരവാദികളും വ്യാജ പ്രസ്ഥാനങ്ങളും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ക്ലാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജബ്ബാർ മാഷ് എന്ന് പറയുന്ന നിരീശ്വരവാദിൻ്റെ ഖുർആൻ ക്ലാസ്സിൻ്റെ പേരെന്താ? ഖുർആൻ ക്ലാസ് എന്നാണ്. എന്നിട്ട് എന്താ പറയണത്? ഈ ഖുർആൻ ശരിയല്ല എന്ന് പറയാനാണ് ഖുർആൻ ക്ലാസ്. ഈ ഖുർആനിൽ പറയുന്ന പ്രവാചകൻ ശരിയല്ല എന്ന് പറയാൻ മൂപ്പർ കൊടുത്ത് തലക്കെട്ട് ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. വിവരമില്ലാത്ത കുറേ കോമ നാട്ടിലുണ്ട്. ഇവരൊക്കെ കയറി ക്ലാസ് പഠിക്കുക. ഏതാ ഖുർആൻ ക്ലാസ്? ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ്. ഇനി ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മളെ ചക്കരക്കല്ല് പള്ളിയിൽ വരെ പിന്നെ പള്ളിയിൽ ഖുതുബ പറഞ്ഞിരുന്ന ഒരു മനുഷ്യനുണ്ട്, CH മുസ്തഫ എന്ന് പറഞ്ഞിട്ട്. പേര് പറയണം, നിങ്ങൾ പോയിട്ട് എൻ്റെ പിന്നാലെ കൂടാൻ വേണ്ടിയിട്ടല്ല, അറിയാൻ വേണ്ടി പറയാ. ആ മനുഷ്യനും തുടങ്ങിയിട്ടുണ്ട് ഖുർആൻ ക്ലാസ്, അകമ്പൊരുൾ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് എന്താണെന്നറിയോ? ആര്യ അലി ദമ്പതികളുടെ കല്യാണത്തിന് മൂപ്പര വക നിക്കാഹ് ഖുതുബയും ആശംസകളും അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും. ആര്യ എന്ന ഹിന്ദു പെൺകുട്ടിയും അലിയും തമ്മിലുള്ള കല്യാണം, അതിന് മൂപ്പര നിക്കാഹ് ഖുതുബ, മൂപ്പര വകയായിട്ട് അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും എന്നിട്ട് പറഞ്ഞ് എന്തിനാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നം? നമ്മൾ ആര്യൻ്റെ മതവും അലിയുടെ മതവും ഒന്നാണ്. നമ്മൾ ഒരേ മതത്തിൻ്റെ ആൾക്കാരാണ്, എല്ലാ മതങ്ങളും ഒന്നാണ്, അങ്ങനെ കല്യാണം കഴിക്കാൻ ഒരു തടസ്സമില്ല എന്ന് പറയുന്ന നടക്കണം. അയാൾക്ക് ഖുർആൻ ക്ലാസ് ഉണ്ട്, അയാൾക്ക് തഫ്സീർ ഉണ്ട്, അകമ്പൊരുൾ എന്ന് പറഞ്ഞിട്ട് തഫ്സീർ ആക്കിയിട്ടുണ്ട്. ഈ പള്ളിയത്ത്, ഈ ചക്കരക്കല്ല് പള്ളിയത്ത് മിമ്പർമെന്നാണ് അദ്ദേഹം മഹാനായ സ്വഹാബി, ചരിത്രത്തിൽ ഏറെ കണ്ണീരോടെ പഠിക്കേണ്ടുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശക്കാരനായി ചിത്രീകരിച്ചതിന് ഔദുബില്ല. എന്നിട്ടാണ് അവിടുന്ന് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന എല്ലാ ആളുകളുടെയും എല്ലാ ഖുർആൻ ക്ലാസ്സുകളിലും ഹക്കല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് തിരിച്ചറിയണം എന്ന് പറഞ്ഞു. ഊത്തുൽ ഇൽമ, യഥാർത്ഥ ഇൽമുള്ള ആളുകൾ അവർ തിരിച്ചറിയണം ഹക്ക് റബ്ബിൽ നിന്നാണ്. ആ റബ്ബിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക, ഹൃദയങ്ങൾ അതിലേക്ക് വിനയപ്പെടാനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അവസാനം ഒരാശ്വാസവാക്ക് പറയുന്നുണ്ട്. എന്താ നോദിക്കേ, വഇന്നല്ലാഹ ലഹാദില്ലദീന ആമനൂ ഇലാ സിറാത്തിൻ മുസ്തഖീം. വഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു. എവിടെ ഇന്നാന്ന് വന്നോ പിന്നെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറയില്ല. ഇന്നാന്ന് വന്നാൽ പിന്നെ ഇന്നല്ലാഹ. കാനാന്ന് വന്നാൽ കാനല്ലാഹു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലഹാദ്, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനാണ്. ഹാദ്, ഹാദി, സന്മാർഗത്തിലേക്ക് നയിക്കുക. ഹുദ, സന്മാർഗം. ഇഹ്തദ, സന്മാർഗം സ്വയം പ്രാപിക്കുക. അല്ലാഹ് ഹാദിയാണ്. വഇന്നല്ലാഹ ലഹാദ്, അല്ലാഹു തആല സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. ആരെ? അല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ. നല്ല ഈമാൻ ഉറപ്പിക്കുക. നമ്മളെ ഈ റമദാൻ കൊണ്ട് നമ്മളെ കൽബിന് ഉണ്ടാകേണ്ട മാറ്റാണ്. ഒരു ഈമാൻ ബൂസ്റ്റിങ് നടക്കണം. നമുക്ക് ഇങ്ങനെ നിസ്കാരത്തിലൊരു ഭക്തി കൂടണം, ഖുർആനോത്തിലൊരു ശ്രദ്ധ ഉണ്ടാവണം. അവസാനത്തെ 10 ഒന്ന് നമ്മളെ എല്ലാ ഇടങ്ങറുകളുടെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഒറ്റക്ക് വന്ന് ഇരിക്കാൻ നമ്മളിപ്പോൾ തന്നെ നിയ്യത്താക്കണം. ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈൽ ഫോണും ഇങ്ങനെ നോക്കിയിരുന്നാൽ ഒറ്റക്കാവില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് മാത്രം ഒറ്റപ്പെട്ട് ഖാലിയാകണേനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ആവശ്യക്കാർക്ക് ഉറങ്ങാം, വിശ്രമിക്കാം, അതൊന്നും പ്രശ്നമില്ല. ആവശ്യമില്ലാത്ത സംസാരങ്ങളും ചർച്ചകളും ഒഴിവാക്കുക, ദിക്റുകളിലേക്ക് ഒതുങ്ങുക. നമ്മൾ ഖബറിനകത്തേക്ക് നമ്മൾ ഒറ്റപ്പെടുന്നത് പോലെ പള്ളിയുടെ അകത്ത് നമ്മുടേതായൊരു ലോകത്തെ ഇബാദത്തുകളിലേക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന ഇഅ്തികാഫ് അതിനിപ്പോൾ ഷെഡ്യൂൾ ചെയ്യണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ശരി, അപ്പൊ അല്ലാഹു തആല സന്മാർഗത്തിലേക്ക് നയിക്കും. അല്ലദീന ആമനു, സത്യവിശ്വാസികളെ. ഏത് മാർഗത്തിലേക്ക്? ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് അല്ലാഹ് വഴി ഇങ്ങനെ നടത്തും, പഠിപ്പിച്ചിങ്ങനെ തരും നമ്മുടെ മുമ്പിൽ. ഇത് ഹക്കാണ്, ഇത് ഹക്കാണ്, ഖുർആൻ പറഞ്ഞത് ശരിയാണ്, ഖുർആൻ പറഞ്ഞത് ശരിയാണെന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരും. നമുക്കിങ്ങനെ ബോധ്യപ്പെടുത്തി നമ്മൾ സന്മാർഗത്തിലേക്ക് പടച്ചോൻ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകും. നമ്മൾ ചോദിക്കുന്നത് അതാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നേരായ മാർഗത്തേക്ക് നയിക്കണേന്നാണ്. മഹാനായ ഇബ്നു ജരീർ ത്വബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഇൽമിലേക്ക് അവരെ കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ തൗഹീദ വൽ ഖുർആന, ഖുർആനിലേക്കും തൗഹീദിലേക്കും അവരെ കൊണ്ടുപോകും. എന്നിട്ട് അന്നഹുല്ലദീ അഹ്കമല്ലാഹു മിൻ ആയാത്തിൽ ഖുർആനി, ഖുർആനിലെ ആയത്തുകൾ അല്ലാഹു തആല വിധിയായി പഠിപ്പിച്ചത്. യഅ്തഖിദൂന, അവർ വിശ്വാസികളായി മാറും. അന്നഹു മിനല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെക്കന്ന് വന്നത് തന്നെയാണ് എന്ന് ഇൽമുള്ളവർക്കൊക്കെ ബോധ്യപ്പെടും. അങ്ങനെ വതസ്കുന ഇലൈഹി, അതിലേക്ക് കീഴ്പ്പെട്ട് വിനയം കാണിക്കുന്നവരായി മാറും. അങ്ങനെ അല്ലാഹ് അവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, ത്വരീഖിൻ ഖവീമിൻ ഹുവൽ ഇസ്ലാം, അത് ഇസ്ലാമാണ്. ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും വരുമെന്ന് വിചാരിക്കാത്ത, ആശാരിയായി മാത്രം ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. പിന്നീട് അബ്ദുറഹ്മാൻ എന്നായി മാറുകയാണ്. പിന്നീട് ഇസ്ലാമിനെ ജനങ്ങളുടെ മുമ്പിൽ പോയി സംസാരിക്കാൻ അദ്ദേഹം രംഗത്ത് വരികയാണ്. അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? ദീനിൻ്റെ ഒരു വെളിച്ചം കിട്ടലാണ്. ഇസ്ലാമിലേക്ക് വെളിച്ചം കിട്ടുകയാണ്. എന്തെല്ലാം നിലയ്ക്ക് ഇവിടെ മണ്ണാർക്കാട്, പാലക്കാട് ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ കളക്ഷന് വേണ്ടി വന്നു ആൾക്കാർ. കഴിഞ്ഞ വ്യാഴാഴ്ചകളിൽ അവരുടെ നാട്ടിൽ അമ്പംകുന്ന് എന്ന് പറയുന്ന ഒരു ഔലിയൻ്റെ മഖബറുണ്ട്. അവിടെയാണ് പള്ളി വരാൻ പോണത്. അവിടുത്തെ ഒരു 7 ചെറുപ്പക്കാർ, ഈ വന്ന കളക്ഷന് വന്ന ആളുകളിൽ പോലും ആളുകൾ അവിടുത്തെ മക്കാമിൽ റോസ് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ തീപ്പന്തണ്ടല്ലോ, തീപ്പന്തം കത്തിച്ചിട്ട് വിരസന പരിപാടിയില്ലേ, ചാർത്തിങ്ക ഉത്സവത്തിൻ്റെ അന്നുണ്ടാവും, അതൊക്കെ ചെയ്തിരുന്ന അതിൻ്റെ മുരീദീങ്ങളായിരുന്ന മനുഷ്യന്മാരാണ്. അള്ളാഹു ഒരു ചാൻസിൽ ഹിദായത്തിട്ട് കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു പള്ളി വേണമെന്നുള്ള ഈമാൻ ബോധം വന്നത്. അതിനാണ് അവർ തന്നെ അങ്ങാടി കൂടെ ഇറങ്ങിയിട്ട് അവർ നയിക്കാൻ ഒരു ദായി ഇല്ലാഞ്ഞിട്ടും അവർ ആ നാട്ടിലത്തെ ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയിട്ട്
അതിനെതിരെ പ്രവർത്തിക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ അതിൽ വന്ന ഒരാൾ പറയാണ്, അദ്ദേഹത്തിന് ഗൾഫ് പോയിട്ട് ഫസ്റ്റ് സാലറി, ഒന്നാമത്തെ സാലറി, അദ്ദേഹം ഗൾഫ് പോണതിൻ്റെ മുമ്പ് ഈ മക്കാമിലേക്ക് മൂപ്പരെ കൂട്ടി കൊണ്ടുപോകുക. എന്നിട്ട് ആ മക്കാമിൻ്റെ അവിടെ വെച്ചിട്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ്, എൻ്റെ കുട്ടിക്ക് ജോലി കിട്ടിയാൽ ഫസ്റ്റത്തെ പൈസ ഇവിടെ തരും എന്ന് പറഞ്ഞിട്ട് മക്കാമിൽ. അങ്ങനെ അവിടുന്ന് ഫസ്റ്റ് സാലറി കിട്ടുകയാണ്, ഉമ്മാക്ക് അയച്ചു കൊടുക്കുകയാണ്, ഉമ്മ കൊണ്ടുപോയിട്ട് മക്കാമിലിട്ട് കൊടുക്കുകയാണ്. അത്രക്ക് അതുമായി റിലേറ്റഡായി പോയിക്കൊണ്ടിരിക്കുന്ന എന്നാൽ അല്ലാഹ് ഹിദായത്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളൊക്കെ ചോദിക്കുന്നത്, പടച്ചോനെ എന്നെ നേരായ മാർഗത്തിലാക്കണേന്ന് മാത്രമല്ല, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഈ ദീനിൽ ഉറച്ചു കിട്ടാനും കൂടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. കഴിഞ്ഞ റമദാനുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പം ഈമാനോടെ നന്നായി പ്രവർത്തിച്ചിരുന്നവർ ഒഴിഞ്ഞു മാറിപ്പോയ ആൾക്കാരുണ്ടാവും. കുറച്ചു കാലം നമ്മോടൊപ്പം അല്ലെങ്കിൽ ഈമാനിന്റെ വശത്തുകൂടെ ശക്തമായി നിന്നവരുണ്ടാകും. പിന്നെ ദുർബലപ്പെട്ടു പോകുന്ന അവസ്ഥകൾ വരും, പിന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ വരും. നമ്മൾ ഈമാനിനെ എങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ച് ഭദ്രമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴേ നമ്മുടെ ഈമാൻ സുരക്ഷിതമായി നിൽക്കൂ. അല്ല എങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന ഒരുപാട് ശ്രമങ്ങൾ പിശാച് പല വഴിക്കാണ് വരിക, ഡയറക്റ്റിന് വരുന്നില്ല, പല വഴികളിലൂടെ നമ്മുടെ ഈമാനിനെ കൊള്ളയടിച്ച് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സൂക്ഷിക്കണം, അങ്ങേയറ്റത്തെ വഞ്ചകനാണ്. ഇന്ന ശൈത്വാന ലിറബ്ബിഹി, തൻ്റെ റബ്ബിനോട് കഫൂർ, നന്ദി കെട്ടവനാണ് അവൻ. തന്നെ മുഴുവൻ ആൾക്കാരും ഞാൻ പിഴപ്പിക്കുന്ന പ്രതിജ്ഞ എടുത്തിട്ടാണ് പോയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈമാനിനെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കും. ഒന്നൊരു ചോദിക്കേ, വലിയഅലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക ഫയുഅ്മിനൂ ബിഹി ഫതുഖ്ബിത ലഹു ഖുലൂബുഹും വഇന്നല്ലാഹ ലഹാദിൽ ലദീന ആമനൂ ഇലാ സിറാത്തിൻ മുസ്തഖീം. നമ്മൾ ഇനിയും ആയത്തെടുക്കാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങൾക്ക് ഉറക്കം വരികയാണ്. അപ്പോൾ പിന്നെ നമ്മളിനി ആയത്ത് മുന്നോട്ട് പോകണില്ല. ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വാച്ച് നോക്കുകയാണ്, പിന്നെ എങ്ങനെ ക്ലാസ് മുന്നോട്ട് പോവുക? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഉള്ള ക്ലാസ്സുകളിലും റമദാൻ കഴിഞ്ഞാലും നിങ്ങളൊക്കെ കാണപ്പോൾ എല്ലാവരും ഏകദേശം മുഖം സ്കാനറിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ആൾക്കാരൊക്കെ റമദാനിന് ശേഷം വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ആ സ്കാനറിൽ പരിശോധിക്കും. ചിലപ്പം വീട്ടിൽ പോകുമ്പോൾ വരും, എന്താ കാണാനല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരി, അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ദീനിൻ്റെ വിഷയത്തിൽ ഇപ്പം നമുക്ക് പടച്ചോനൊരു തുറവി തന്നിക്കാണ്, ഒരു ഹൃദയവിശാലത തന്നിക്കാണ്. പടച്ചോനെ എനിക്കിത് നിലനിർത്തി കിട്ടണമെന്നും എന്നെ ഒരു നല്ല പഠിതാവാക്കി നല്ല ഒരു ഈമാനികമായ അന്തരീക്ഷത്തിൽ നിലനിർത്തി തരണമെന്ന് നന്നായി പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും. നിനക്കും ആ നന്മ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇനിയുള്ള വേളകൾ അതിനുവേണ്ടിയുള്ള അവസരമാണ്. അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ, തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വയോടെ ജീവിച്ചു മരിക്കുവാനുള്ള കരുത്ത്, ഈമാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രായമായ നമ്മുടെ വാപ്പ ഉമ്മ അവരൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ സമ്പാദ്യങ്ങളാണ്. എത്ര ക്ഷീണിച്ചാലും എത്ര തളർന്നാലും അവർ നമുക്ക് നൽകുന്നൊരു കരുത്ത് വേറെയാണ്. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ സുവർണ കാലഘട്ടമാണ്. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.